സൈഫുദ്ദീൻ വളരെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് വിവരാവകാശ നിയമപ്രകാരം പോലും ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് അതിന്റെ പകർപ്പ് നൽകാതിരുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ കോടതിയുടെ ആ ഉത്തരവിൽ എത്രത്തോളം പക്ഷപാതപരമായിട്ടാണ് ഈ അന്വേഷണം നടത്തിയിരിക്കുന്നതെന്നുള്ളത് വ്യക്തമാണെന്ന് സൂചന നൽകിയിരുന്നു. കോടതിയുടെ അന്നത്തെ വിധിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശരിയാണെന്ന് സംബന്ധിച്ച് തെളിവുകൾ അത് സാധൂകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ നമ്മൾക്ക് ലഭ്യമാകുന്നത്. പ്രധാനമായും 5 ആരോപണങ്ങളായിരുന്നു PV അൻവർ ഉന്നയിച്ചിരുന്നത്. ആ ആരോപണങ്ങളിൽ ഒന്നും കഴമ്പില്ല, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ തേക്കുമരം കടത്തിക്കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കിയെന്ന ഒരു വാദമാണ് ഉണ്ടായിരുന്നത്, ഒരു പരാതിയാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു വാദം തെറ്റാണ്. തേക്ക് മുറിക്കുന്ന നടപടിയിൽ ADGP MR അജിത്കുമാറിന്റെ യാതൊരു പങ്കുമില്ല. അത് അവിടെ നിന്ന് തേക്കുമരം ആരും മുറിച്ച് കടത്തിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യവും പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഷാജിദ് കറിയിൽ നിന്ന് അജിത്കുമാർ പണം സ്വീകരിച്ചു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ പണം വാങ്ങിയതിനുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ആരോപണത്തിലെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കവടിയാറിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീട് നിർമ്മിക്കുന്നുവെന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായ അനുമതിയോടുകൂടിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളിൽ അതൊന്നും കാര്യമായ കഴമ്പ് ഉള്ള അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല. കൃത്യമായി ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പുറത്തു വന്നാലുണ്ടാകുന്ന ഒരു പ്രത്യാഘാതം ഭയന്നുകൊണ്ട് തന്നെയാണ് സർക്കാരും അതോടൊപ്പം വിജിലൻസും ഒക്കെ ഇത്രയും നാളും ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരുന്നത്. നമ്മൾ രാവിലെ വിവരാവകാശ നിയമപ്രകാരമൊക്കെ റിപ്പോർട്ട് അപേക്ഷിച്ചിട്ട് നൽകിയെന്നുള്ള വാർത്തകൾ വന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ പകർപ്പ് മീഡിയ 1 പുറത്തുവിട്ടത്. ടിജോ ബി ജോൺ, തിരുവനന്തപുരത്ത് നിന്ന്.